ഷാസ് വ്ലോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ജസ്റ്റ് ഒരു 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കേട്ടോ ഉള്ളത്. ഈ പ്ലേസ് വരുന്നത് സർജാപൂർ എന്നൊരു 3 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കാണ് കേട്ടോ. ഇത് ശരിക്കും തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ളൊരു ഗോൾഫ് ക്ലബിലാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത ബിൽഡിങ് ഇതാണ് കേട്ടോ. ഈ നേരെ ഇവിടെ കാണുന്നതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ റൂം ടൂർ ഞാൻ എന്തായാലും കാണിക്കാം. വീഡിയോൻ്റെ ഇടയിൽ റൂം ടൂർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ചെക്ക് ഇൻ വന്നത്. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഇന്ന് നെക്സ്റ്റ് ഡേ ആയി. ഇപ്പോൾ ചെക്കൗട്ടിനുള്ള സമയമായിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് തന്നെ നമുക്ക് ഈ ഗോൾഫ് ഗ്രൗണ്ട് ഇത് കാണുന്നില്ല, ഗ്രൗണ്ട് തന്നെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ബാക്കിൽ കാണുന്ന ഏരിയ എന്താ അവിടെ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ബാക്കിൽ കാണുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗോൾഫ് ഇങ്ങനെ എന്താ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതെന്നല്ലാതെ നമ്മൾ അടുത്തുനിന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. ബാക്കിൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ പേര് ക്ലോവർ ഗ്രീൻസ് എന്നാണ് കേട്ടോ. അപ്പം നമുക്കൊരു 1 ഡേ സ്റ്റേക്ക് ആയതൊരു 6000. അത് മാറുമായിരിക്കും. അപ്പം സെയിം പ്രൈസ് ആയിരിക്കില്ല. ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് വന്ന് ചോദിക്കാൻ നേരത്ത് ഇപ്പോൾ വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും സെപ്പറേറ്റ് ചാർജസ് ആയിരിക്കും അവർ മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോളിഡേയ്സിൽ ഇതിലും കൂടാം. നമ്മളെടുത്തത് ഒരു സ്യൂട്ട് റൂമായിരുന്നു. നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇൻക്ലൂഡഡ് ഈ പ്രൈസിൽ. പിന്നെ നിങ്ങൾക്ക് ഡിന്നറൊക്കെ വേണമെങ്കിൽ എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. വെൽക്കം ടു ദി റൂം ടൂർ. അപ്പോൾ ഇത് ക്ലോവർ ഗ്രീൻസ് ആണ്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് കയറി വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ റൂം ടൂർ ചെയ്യാം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പോൾ കയറി വരുന്നത് ഒരു ചെറിയൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ഹോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ കിച്ചണിൽ നമ്മൾ കബോർഡ്സും ഓവനുണ്ട്, കിച്ചണിലുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന കോഫി ടീയോ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റേഷൻ, വാട്ടർ ബോട്ടിൽ, ഫ്രിഡ്ജുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഫ്രിഡ്ജ് കാര്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. എനിക്കൊന്ന് കുറച്ചെങ്കിലും പാത്രങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടാവണം. നോക്കട്ടെ. ഇല്ല കേട്ടോ, പാത്രങ്ങളൊന്നും ഉണ്ടാക്കുന്ന പറ്റിയതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കിച്ചൺ സ്പേസ് വരുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്സ് ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മിക്കവാറും വെക്കുന്നതായിരിക്കും. ഇവിടെ ഒരു വെയിങ് മെഷീൻ അടക്കമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു ലീവിങ് ഏരിയ പോലെ ഒരു സോഫയും ഒരു സെപ്പറേറ്റ് ഒരു ചെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സെൻറ്റർ ടേബിൾ. പിന്നെ ഒരു കയറി വരുമ്പം ഈ സൈഡിൽ തന്നെ വേറെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ സ്റ്റോറേജിന്. ഇവിടെ ഒന്നും നമ്മുടെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. സേഫ് ലോക്കർ അങ്ങനത്തെയൊക്കെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു സ്പേസ് സ്റ്റോറേജിന് വേണ്ടി. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോവാം. അത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാൽക്കണി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ ചിലപ്പം എനിക്ക് തോന്നുന്നു എക്സ്ട്രാ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യേണ്ട ആവശ്യത്തിനായിരിക്കും. പിന്നെ ഇവിടെ രണ്ടൊരു ചെയർ ഉണ്ട്. പിന്നെ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ, ഇങ്ങനെ ലോങ് ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെയർ എന്തായാലും അടിപൊളിയല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നിട്ടൊന്ന് ഹാഡിയൊക്കെ നോക്കണം. അപ്പോൾ ഇത് ഗ്ലാസ് പാർട്ടീഷൻ ആട്ടോ ഇങ്ങനെ ബാൽക്കണി. പുറത്തേക്കുള്ള വ്യൂ എനിക്ക് ഈ സൈഡിലെ വ്യൂ കുറച്ചുകൂടെ അപ്പുറത്തേനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ അല്ല തോന്നുന്നല്ലേ. ആ സൈഡിൽ ഇച്ചിരി കൂടെ ബെറ്റർ ബാൽക്കണി വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ്. ടി വി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. അത്യാവശ്യം കൊള്ളാവുന്നൊരു ബെഡ്റൂം സ്പേസ് ആണ്. പിന്നെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഹോളിൽ നിന്ന് ഈ ഒരു പാർട്ടീഷൻ മാത്രമാണ്, ടി വി യൂണിറ്റിൻ്റെ പാർട്ടീഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കിങ് ഓഫ് ക്യൂൺ സൈസോ ബെഡ് അങ്ങനെയുള്ള സെറ്റപ്പുകൾ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂം വരുമ്പം ഇവിടെ വലിയൊരു കണ്ണാടിയുണ്ട്. ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയ, അങ്ങനെ കൊമോഡ്, ഇവിടെ സെപ്പറേറ്റ് ബാത്ത് ഏരിയ അങ്ങനെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ലോക്കറൊക്കെ ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ ഉള്ളിലൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പ്, എന്താ പറയാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആ സാധനം അതൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ സ്റ്റോറേജ് ആണ്. പിന്നെ ഇവിടെ അയണിങ് ടേബിൾ, അയൺ ബോക്സ്, വലിയൊരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് അഡീഷണലി ബ്ലാങ്കറ്റ് ചിലപ്പോൾ അഡീഷണൽ ആൾക്കാർ വരാൻ നേരത്തായിരിക്കില്ല. പിന്നെ ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ എന്താ ടവൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഈ സൈഡിൽ നമുക്ക് ഇവിടെ എല്ലാ ടോയ്ലറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിലും
ഇത് സെപ്പറേറ്റ് ഷവർ ജെല്ലും ഷാമ്പൂ ഒക്കെ ഇങ്ങനെ ഈ ഡിസ്പെൻസർ പോലുള്ള സാധനങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇത്ര സെറ്റപ്പുള്ള സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതെന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പോർഷൻ ഓഫ് ഏരിയയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇങ്ങനെ ഒരു ഏരിയ? എനിക്കത് ഈ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏരിയ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പുറത്തൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൂടെ നടക്കാൻ നേരത്ത് അധികമൊന്നും ഉള്ളിലേക്കൊന്നും പോകരുത്, ബോള് നല്ല ഹാർഡായിട്ടായിരിക്കും വന്ന് ഹിറ്റ് ചെയ്യുക, കുറച്ച് ടൂ റിസ്ക്കിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നിന്നിട്ട് തിരിച്ച് പോകാമെന്ന് തന്നെ വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരുള്ളവർക്ക് മതി, ഞാൻ പുറത്തുള്ളവർക്കായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു സ്റ്റേക്കേഷൻ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 1 ഡേ ഒരു സ്റ്റേക്ക് പുറത്ത് ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ, ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. അപ്പോൾ കൂടുതൽ നല്ല കാം ആൻഡ് ക്വയറ്റാണ്, റൂമൊക്കെ നല്ലതായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു, കുഴപ്പമില്ലാത്തൊരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ബഫറ്റായിരുന്നു, അതും വലിയ കുഴപ്പമില്ല. ഒത്തിരി വെറൈറ്റീസ് ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാനുള്ളത് കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.